പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ ഭൂമിയുടെ പരപ്പിൽ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം തരുന്ന നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. കണക്ട് ഗോഡ് എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുവാനും ദൈവത്തിന്റെ വചനത്തെ പ്രസ്താവിക്കുവാനും ദൈവത്തിന്റെ വചനത്തെ പഠിക്കുവാനും ദൈവത്തിന്റെ വചനത്തെ കേൾക്കുവാനും ഒക്കെയായി സ്വർഗത്തിലെ ദൈവം തരുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് മഹാദൈവത്തിന് ഞാൻ സ്തോത്രം അർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ ഒരു സന്ദേശത്തിനകത്ത് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ദൈവമായ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് അല്പമായി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന ഒരു വിഷയം, നമുക്കറിയാമോ, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള 66 പുസ്തകങ്ങളെ, വേദപുസ്തകത്തിനകത്ത് എഴുതി ചേർത്ത് വെച്ചിരിക്കുന്ന 66 പുസ്തകങ്ങളെ പുസ്തകങ്ങൾ എന്നാണ് വിളിക്കാറുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പുസ്തകങ്ങൾ കൂട്ടിച്ചേർത്ത പുസ്തകങ്ങളെയാണ് വിശുദ്ധ വേദപുസ്തകം അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ എന്ന് വിളിക്കുന്നത്. ഇന്ന് പകൽക്കാലം നമ്മൾ അല്പസമയം ചിന്തിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ പുസ്തകങ്ങൾക്കകത്ത് മറഞ്ഞിരിക്കുന്ന സ്വർഗീയ മർമ്മങ്ങളിലൂടെയുള്ള പുസ്തകങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനാണ് ദൈവത്താവിൽ ശരണപ്പെടുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടെ പ്രത്യാശയോടുകൂടെ ദൈവവചനത്തെ സമീപിച്ചാൽ തിരുവെഴുത്തുകളെ മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയെ തുറക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. എന്തിനാണ് നമ്മൾ തിരുവെഴുത്തുകളെ പഠിക്കുന്നത്, വചനത്തെ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഈ ഭൂമിയിൽ നമ്മൾ ആയുസ്സോടെ ആയിരിക്കുന്നതിനപ്പുറം മരണത്താൽ മാറ്റപ്പെടുമ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഈ ജീവനെ അത് നിത്യജീവനാക്കി മാറ്റണമെങ്കിൽ വചനം പഠിക്കേണ്ടതിന്റെ ആവശ്യം, ദൈവവചനം കേൾക്കേണ്ടതിന്റെ ആവശ്യം, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഞാൻ കേട്ടപ്പോൾ അതിനകത്ത് ഒരു വ്യക്തി ഇപ്രകാരം പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിനകത്ത്, ഭവനത്തിനകത്ത് കുറച്ച് ആക്രി ഉൽപ്പന്നങ്ങൾ, ആക്രി വസ്തുക്കൾ അദ്ദേഹം വിൽക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അദ്ദേഹം അത് വിൽക്കുന്ന സമയത്ത് ആർക്കും വേണ്ടാതെ, ഒന്നിനും ഉപകരിക്കാതെ കിടക്കുന്ന ആക്രി ഉൽപ്പന്നങ്ങൾ അദ്ദേഹം വിൽക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന് 4500 രൂപ ആർക്കും വേണ്ടാതെ കിടന്ന തുരുമ്പിച്ച പഴയ സാധനങ്ങൾ വിൽപ്പന നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് പറയുന്നത് കേൾക്കുവാൻ ഇടയായി. അതിനോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്, പഴകിയ സാധനങ്ങൾ വിൽപ്പന നടത്തിയപ്പോൾ അദ്ദേഹത്തിന് അതിനൊരു മൂല്യം കിട്ടി. അതിന് അദ്ദേഹം പറഞ്ഞ, അല്ലെങ്കിൽ അദ്ദേഹം അത് കൊടുത്തപ്പോൾ അതിന് മൂല്യനിർണയം നടത്തി 4500 രൂപ വില നിശ്ചയിച്ച് അത് ലഭിച്ചു. എന്നാൽ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ശരീരത്തിൽ ജീവൻ ഇരിക്കുമ്പോൾ അതിന് വിലയുണ്ട് എങ്കിലും ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ശവശരീരമായി മാറിക്കഴിഞ്ഞാൽ, ഡെഡ് ബോഡിയായി മാറിക്കഴിഞ്ഞാൽ അതിന് യാതൊരു വിധത്തിലുള്ള മൂല്യവുമില്ല എന്ന് പറയുന്നത് കേൾക്കുവാനിടയായി. അപ്പോൾ ദൈവമക്കളെ, നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ ഈ ശരീരത്തിന് വിലയുണ്ട്. ജീവനോടെ ഇരിക്കുമ്പോൾ ഈ ശരീരം വിലമതിക്കാനാവാത്ത ഒന്നാണ്. പക്ഷേ ഇതിനകത്തുള്ള ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ, മരണമെന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ കടക്കുമ്പോൾ ഈ ശരീരത്തിന്റെ അവസ്ഥ പിന്നത്തതിൽ ഒരു പാഴ് വസ്തുവിന് ഇടുന്ന മൂല്യനിർണയം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നു. ഇതിനെ മറവ് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പണം മുടക്കണം. മോർച്ചറിയിൽ ഇത് സൂക്ഷിക്കണമെങ്കിൽ അതിന് നമ്മൾ പണം മുടക്കണം. ഇത് കത്തിച്ചു കളയണമെങ്കിൽ അതിനും നമ്മൾ പണം മുടക്കണം. അപ്പോൾ മനുഷ്യ ശരീരത്തിനകത്ത് നിലകൊള്ളുന്ന ജീവൻ എന്ന് പറയുന്ന ഘടകം അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരത്തിന് ഒരു വാല്യൂവുമില്ല. എന്നാൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ഈ ഭൂമിയേക്കാൾ വിലയേറിയതാണ് ഒരു മനുഷ്യന്റെ ആത്മാവ് എന്നുള്ളത്.
അപ്പോൾ തിരുവെഴുത്തുകളെ നമ്മൾ പഠിക്കേണ്ടതിന്റെ ആവശ്യകത, വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കേണ്ടതിന്റെ ആവശ്യകത, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് മാറ്റമില്ലാത്ത മരണത്തെ മാറ്റിയെടുത്തുകൊണ്ട് മരണത്തിനു മുകളിൽ ജയാളിയായിക്കൊണ്ട് ഇതിനപ്പുറത്ത് ഒരു ലോകമുണ്ട് എന്നും മരണത്തിനപ്പുറത്ത് ഒരു നിത്യജീവൻ തരാമെന്ന് പറഞ്ഞ് വാഗ്ദത്തം ചെയ്ത ഒരു യേശുവിന്റെ സാന്നിധ്യം ഈ വിശുദ്ധ വേദപുസ്തകം വരച്ചു പഠിപ്പിക്കുമ്പോൾ, ഈ വചനങ്ങളെ പഠിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഈ ആയുസ്സിൽ ഇതിനെ പഠന വിഷയമാക്കി എടുത്തുകൊണ്ട് മരണത്തിനപ്പുറത്തുള്ള ഒരു നിത്യജീവനെ പ്രാപിക്കുവാൻ കെൽപ്പുള്ള വചനത്തിന്റെ ശക്തിയെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഈ പുസ്തകത്തെ പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെ മനസ്സിലാക്കുമ്പോൾ തന്നെ ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെയുള്ള ഓരോ പുസ്തകങ്ങളും എടുത്തു പഠിക്കുമ്പോൾ ആ പുസ്തകങ്ങൾക്കകത്ത് അടങ്ങിയിരിക്കുന്ന വലിയ മർമ്മങ്ങളെ ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ പോവുകയാണ്. അതിന് ആധാരമായി ഒരു വാക്യം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം അതിന്റെ 20-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ തിരുവെഴുത്ത്. അവിടെ ഇങ്ങനെ പറയുന്നു: മരിച്ചവർ ആഭാലവൃതം സിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നതും കണ്ടു. എന്നിട്ട് അവിടെ പറയുകയാണ്, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ തുറന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടി ആ വാക്യം വായിക്കുകയാണ്. മരിച്ചവർ ആഭാലവൃതം സിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നമ്മുടെ കുറിവാക്യം, ആമുഖവാക്യം ഇതാണ്: പുസ്തകങ്ങൾ തുറന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സിംഹാസനത്തിന്റെ മുൻപിൽ മരിച്ചവർ ആഭാലവൃതം നിൽക്കുമ്പോൾ ഇവിടെ പുസ്തകങ്ങൾ തുറന്നു എന്ന് വേദപുസ്തകം പറയുന്നു. ഈ പുസ്തകങ്ങളെ കുറിച്ചാണ് അല്പമായി നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. ഉയരത്തിലുള്ള പുസ്തകങ്ങൾ, ഉന്നത കേന്ദ്രത്തിലുള്ള പുസ്തകങ്ങൾ. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വളരെ ശക്തമായ രീതിയിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നു, ചരിത്രത്തെ പഠിപ്പിക്കുന്നു, പ്രവചന സത്യങ്ങളെ പഠിപ്പിക്കുന്നു, നിത്യമായ സത്യങ്ങളെ പഠിപ്പിക്കുന്നു, സത്യസന്ധമായ കാര്യങ്ങളെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ അവിടെ വരുവാനുള്ള പ്രവചന ശബ്ദത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ഇങ്ങനെ പുസ്തകങ്ങൾ യേശുവിനെ കുറിച്ച്, യേശുവിന്റെ മരണത്തെക്കുറിച്ച്, യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ച്, യേശുവിന്റെ ചരിത്രത്തെ കുറിച്ച് ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഈ പുസ്തകങ്ങൾക്കകത്ത് മറഞ്ഞിരിക്കുന്ന ഉന്നത കേന്ദ്രങ്ങളിലെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് ഈ പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ പോകുന്നത്. ഉന്നത കേന്ദ്രത്തിലെ, അർത്ഥാൽ സ്വർഗത്തിൽ മറഞ്ഞിരിക്കുന്ന ഈ വിശുദ്ധ വേദപുസ്തകത്തിലുള്ള, വിശുദ്ധ ബൈബിളിലുള്ള പുസ്തകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. അപ്പോൾ പുസ്തകങ്ങൾ ഇവിടെ തുറക്കുകയാണ്. മലാക്കി പുസ്തകം, മലാക്കി പഴയ നിയമത്തിന്റെ അവസാന പുസ്തകമായ മലാക്കി പുസ്തകത്തിനകത്ത് 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ തിരുവെഴുത്ത് പറയുന്നു: യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഈ സന്ദേശത്തിലൂടെ ഞാൻ ദൈവവചനത്തെ പ്രഘോഷിക്കുമ്പോൾ, ദൈവവചനത്തെ പഠിപ്പിക്കുമ്പോൾ, ഇത് കേൾക്കുന്ന വ്യക്തികൾ, പറയുന്ന ഞാൻ, പ്രൈസ് ദി ലോർഡ്, ഈ വചനം പറയുകയാണ്: യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വച്ചു കേട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവഭക്തന്മാർ തമ്മിൽ തമ്മിൽ ദൈവത്തെ കുറിച്ച് സംസാരിക്കുന്നത്, തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നത് കൃത്യമായി ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഈ മലാക്കി പ്രവചന പുസ്തകത്തിനകത്ത്, മലാക്കി പുസ്തകത്തിനകത്ത് 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ട് അതിനുശേഷം ദൈവത്തിന്റെ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു: ദൈവഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ഏതാണ് ആ പുസ്തകം? 1-ാമത്തെ പുസ്തകമാണ് സ്മരണ പുസ്തകം എന്ന് പറയുന്നത്. അതെ, നമ്മൾ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നത്, ദൈവത്തെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്, ഈ ദൈവവചനം ഞാനിവിടെ ശുശ്രൂഷിക്കുന്നത്, ഈ ദൈവവചനം നിങ്ങളിരുന്ന് കേൾക്കുന്നത്,
ഇതെല്ലാം ദൈവം ഒരു സ്മരണ പുസ്തകം ആ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുവാൻ തയ്യാറാകുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു സ്മരണ പുസ്തകം അവൻ എഴുതി വെച്ചിരിക്കുന്നു. ഈ ഭൂമിയില് ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമല്ല, ദൈവത്തെ ആരാധിക്കുന്നത് വ്യർത്ഥമല്ല, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് വ്യർത്ഥമല്ല. ഇന്ന് ഈ പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലെ, നിന്നോട് ഉറപ്പായും ഞാൻ ഒരു ദൂത് പറയാം. നീ ദൈവത്തിന് വേണ്ടി ചെലവിടുന്ന ഓരോ നിമിഷത്തെയും അത് സ്മരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ആ ദൈവ സാന്നിധ്യം ഇന്ന് നിന്നോട് പറയുകയാണ്, ഒരു മിനിറ്റ് നീ ദൈവസന്നിധിയിൽ ചെലവഴിച്ചാൽ, ദൈവത്തിന് വേണ്ടി ചെലവിട്ടാൽ, അത് സ്മരിച്ച് അത് പുസ്തകത്തിൽ എഴുതി വെച്ച് അത് കൃത്യസമയത്ത് അതിന്റെ പ്രതിഫലത്തെ മടക്കി തരുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് ഈ പകൽക്കാലം ഈ സന്ദേശത്തിലൂടെ വ്യാപരിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്ന, അത് ശ്രദ്ധിക്കുന്ന, അത് അറിയുന്ന, അത് അറിയുവാൻ നിന്റെ ബുദ്ധിയെ തുറക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. സങ്കീർത്തനം 56-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വചനം പറയുന്നു, നീ എന്റെ ഉഴച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ. നമുക്കിവിടെ ഒരു പുസ്തകം കാണുവാൻ സാധിക്കുന്നുണ്ട്. നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു എന്ന് സങ്കീർത്തനൻ ഇവിടെ പറയുകയാണ്. എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ. പ്രൈസ് ദി ലോർഡ്. ഇനി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനം നമ്മളോട് പറയുന്നു, ദൈവത്തിന്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്, കണ്ണുനീരിന്റെ പുസ്തകം. നിന്റെ കണ്ണുനീരിനെ, നിന്റെ ഉഴൽച്ചകളെ എണ്ണുന്ന ഒരു ദൈവ സാന്നിധ്യം. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധിയിലൂടെ, പ്രതികൂലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ട ആവശ്യം അല്ലെങ്കിൽ അത്യാവശ്യമുണ്ട് എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ആ പ്രതികൂലങ്ങൾക്ക് നടുവിൽ തളർന്നു പോകാതെ, തകർന്നു പോകാതെ ദൈവം നമ്മളെ കരം പിടിച്ചിരിക്കുന്നു. നമ്മുടെ ഉഴൽച്ചകളെ എണ്ണിക്കൊണ്ട് നമ്മുടെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം പറയുകയാണ്, അതെല്ലാം നിന്റെ പുസ്തകത്തിലില്ലയോ. അവിടെ ഒരു പുസ്തകമുണ്ട്, നിന്റെ കണ്ണുനീരിന്റെ പുസ്തകം. നിന്റെ കണ്ണിൽ നിന്ന് എത്ര കണ്ണുനീർ ദ്വാരദ്വാരയായി താഴ്ത്തു വീഴുന്നുവോ അത്രത്തോളം എഴുതി വെക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഉയരത്തിലുണ്ട്. കൃത്യസമയത്ത് ആ കണ്ണുനീരിനെ ഒരു അനുഗ്രഹത്തിന്റെ വൻമഴയായി നിന്നിലേക്ക് തിരിച്ചു തരുവാൻ വിശ്വസ്തനായ ഒരു ദൈവ സാന്നിധ്യം. ആരും കാണുന്നില്ല, എന്റെ വിഷമം ആരും അറിയുന്നില്ല, ഞാൻ സങ്കടപ്പെടുന്നത് ആരും അറിയുന്നില്ല, എന്റെ രോഗത്തിന്റെ വിവരം ആരും അറിയുന്നില്ല, ആരും അത് ഗൗരവമായി എടുക്കുന്നില്ല, എന്റെ കണ്ണുനീരിനെ ആരും കാണുന്നില്ല, മനുഷ്യരാരും ബന്ധുക്കളാരും എന്റെ കൂടെ നിൽക്കുന്നവരാരും എന്നെ അറിയുന്നില്ല എന്ന് നീ പറഞ്ഞുകൊണ്ട് കരയുമ്പോൾ ഇന്ന് ഈ ഒരു സത്യം മനസ്സിലാക്കിക്കൊള്ളണം. സ്വർഗത്തിൽ ഒരു പുസ്തകമുണ്ട്, നിന്റെ കണ്ണുനീരിനെ അത് എന്താണ് കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്ന ഒരു പുസ്തകം ഉയരത്തിലുണ്ട്. വചനം പറയുന്നു, നിന്റെ ഉഴൽച്ചകളെ എണ്ണുന്ന ഒരു ദൈവ സാന്നിധ്യം, നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, അത് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. അവൻ തക്ക സമയത്ത് വൻ അനുഗ്രഹങ്ങളാക്കി ആ കണ്ണുനീരിനെ മാറ്റുന്ന ദൈവ സാന്നിധ്യം, നിന്റെ കണ്ണുനീരിനെ സന്തോഷമാക്കി മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യം ഉയരത്തിലുണ്ടെന്ന് പറയുമ്പോൾ അത് ഏറ്റെടുക്കുന്ന ദൈവ പൈതലായി ഞാൻ എന്റെ ദൈവത്തെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ണുനീരിന്റെ ഒരു പുസ്തകം സ്വർഗത്തിലിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സങ്കീർത്തനം 139-ന്റെ 15-ാമത്തെ തിരുവെഴുത്തിൽ പറയുന്നു, ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് 16-ാം വാക്യം പറയുന്നു, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു പുസ്തകമുണ്ട് ഉയരത്തിനകത്ത്. എന്താണ് ആ പുസ്തകം? നമ്മുടെ അവയവങ്ങളെ കുറിച്ചും നമ്മുടെ നാളുകളെ കുറിച്ചും കൃത്യമായി എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകം. ഇവിടെ പറയുന്നു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ, ഞാനും ഒന്നുമല്ലാതിരുന്നപ്പോൾ, എനിക്കൊരു രൂപവും ഇല്ലാതിരുന്നപ്പോൾ, അത് ആ പുസ്തകത്തിൽ എന്റെ നാളുകളെ കുറിച്ച്, എന്റെ അവയവങ്ങളെ കുറിച്ച്,
കൃത്യമായി എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകം സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നീ എന്തിനാ നാളെ കുറിച്ച് വിചാരപ്പെടുന്നത്? നിന്റെ ഇന്നലകളിൽ നീ ഇല്ലാതിരിക്കുമ്പോൾ നിന്നെ കുറിച്ച് വിചാരപ്പെട്ടുകൊണ്ട് ഒരുവനിതാ നീ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്നെ കണ്ട് നിയമിക്കപ്പെട്ട നാളുകളിൽ നീ ഒന്നുമില്ലാതിരിക്കെ അവയെല്ലാം അവന്റെ പുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവ പൈതലെ, നീ എന്തിനാ നാളെ കുറിച്ച് വിചാരപ്പെടുന്നത്? ഇന്നലകളിൽ നിന്നെ കുറിച്ച് വിചാരപ്പെട്ടുകൊണ്ട് ഇന്നലകളിൽ നിന്റെ എല്ലാ കാര്യാദികളെയും അവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ച് ഇന്ന് വരെയും നിന്നെ നടത്തിയ വിശ്വസ്തനായ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മുൻപിൽ നടക്കുന്നുവെങ്കിൽ, നിന്റെ നാളുകളെയും അവൻ ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. നിനക്ക് എന്ത് സംഭവിക്കണം, നീ എന്തായി തീരണം, നീ എങ്ങനെയായി തീരണം എന്നിത്യായ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു പുസ്തകം ഉയരത്തിലുണ്ട് എങ്കിൽ എന്തിനാ നീ ഭാരപ്പെടുന്നത്? എന്തിനാ നീ വിഷമിക്കുന്നത്? നിന്റെ നാളെ കുറിച്ചുള്ള വിചാരം എന്റെ പിതാവിന്റെ പുസ്തകത്തിലുണ്ടെന്ന് ഇത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിന്റെ നാളുകളെ കുറിച്ച് മാത്രമല്ല, നിന്റെ അവയവങ്ങളെ കുറിച്ച് പോലും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു എന്ന് ഇന്ന് ഈ പ്രഭാതത്തിലും വിളിച്ചു പറയുന്ന ദൈവഭൈതല്ലായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവർ അടങ്ങിയിരിക്കാതെ ദൈവത്തെ സ്തുതിക്കട്ടെ. കാരണം എന്താണെന്നറിയാവോ? ഞാൻ ഒന്നുമല്ലാതിരുന്നപ്പോൾ എന്നെ കണ്ടുകൊണ്ട് എന്റെ കാര്യാദികളെ എല്ലാം ആ പുസ്തകത്തിൽ എഴുതി വെച്ച് അടുക്കും ചിട്ടയുമായി ഇന്ന് വരെ എന്നെ നടത്തിയ ദൈവ സാന്നിധ്യത്തിനായി നന്ദി പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. അവൻ എന്നെ കണ്ട ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ എന്റെ അവയവങ്ങളെ കുറിച്ച്, എന്റെ നാളുകളെ കുറിച്ച് കൃത്യമായി അവൻ എന്ത് ചെയ്യുന്നു? പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു പുസ്തകം സ്വർഗത്തിൽ ഉണ്ട് എന്നാണ് പറഞ്ഞു വന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇനി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 3-ാമത്തെ തിരുവെഴുത്ത് പറയുകയാണ്, സാക്ഷാൽ ഇണയായുള്ളവനെ അവർക്ക് തുണ നിൽക്കണമെന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടി. വിശുദ്ധനായ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാക്കാണ്, ഒരു വചനമാണ് നമ്മൾ ഇവിടെ പറയുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോട് സുവിശേഷ ഘോഷണത്തിൽ പോരാടി. അപ്പോൾ സ്വർഗത്തിലുള്ള മറ്റൊരു പുസ്തകമാണ് ജീവപുസ്തകം, ജീവന്റെ പുസ്തകം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇനി സന്ദേശം കേൾക്കുമ്പോൾ ഒത്തിരി പുസ്തകങ്ങളെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ജീവപുസ്തകം എന്ന് പറയുന്നത്. ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഇന്ന് വരെ ജീവപുസ്തകം, ജീവന്റെ പുസ്തകം എന്ന് പറയുന്ന ഒരു പദം അല്ലെങ്കിൽ ഒരു പുസ്തകത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ, വിശുദ്ധ വേദ പുസ്തകം കൃത്യമായി പഠിച്ചുകൊണ്ട് ജീവപുസ്തകത്തെ കുറിച്ചുള്ള ശരിയായ അറിവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചാൽ, വിശുദ്ധനായ പൗലോസ് പറയുന്നു, ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാർ. അപ്പൊ വിശുദ്ധനായ പൗലോസിന്റെ പേര് എവിടെയുണ്ട്? ജീവപുസ്തകത്തിലുണ്ട്. ക്ലേമന്ത് മുതലായ തന്റെ കൂട്ടുവേലക്കാരുടെ പേര് എവിടെയുണ്ട്? ജീവപുസ്തകത്തിലുണ്ട്. അപ്പോൾ ജീവപുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകം സ്വർഗത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ആമേൻ, അതിനകത്ത് പേരെഴുതി ചേർക്കുന്ന വ്യക്തികളെ ആമേൻ ഇന്ന് പകൽക്കാലം ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിനകത്ത് പേര് എഴുതി ചേർത്ത വ്യക്തികൾക്കാണ് നിത്യജീവനെ പ്രാപിക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ചോദ്യം, ജീവപുസ്തകം എവിടെയാണ്? അതിന്റെ ഉത്തരം അത് സ്വർഗത്തിലാണ്. 2, ആമേൻ, ഈ ജീവപുസ്തകത്തിൽ ആമേൻ പേരെഴുതി ചേർത്താൽ എന്താണ്? പ്രൈസ് ദി ലോർഡ്. ജീവപുസ്തകത്തിനകത്ത് പേരെഴുതിയാൽ മാത്രമേ നിത്യജീവൻ അവകാശം പ്രാപിക്കുവാൻ സാധിക്കൂ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് നിത്യ മരണമാണ്, നിത്യ നരകമാണ് എന്നുള്ള വസ്തുതയെ നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. അപ്പോൾ വിശുദ്ധ വേദ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ എന്തിനാണ് പഠിക്കേണ്ടത്? ഒരു പഠനതാവായി, ഈ പഠന പുസ്തകമായി ഇതിനെ എടുത്ത് പഠിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇതാണ്: നിത്യജീവനെ പ്രാപിക്കുവാൻ, യേശുക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിയുവാൻ, നിത്യജീവനെ പ്രാപിക്കുവാൻ ജീവ പുസ്തകത്തിനകത്ത് ഇവിടെ വിശുദ്ധ പൗലോസിനെ പോലെ, പത്രോസിനെ പോലെ, യേശുവിന്റെ ശിഷ്യന്മാരെ പോലെ, ഇവിടെ ക്ലേമന്ത് മുതലായ പൗലോസിന്റെ കൂട്ടുവേലക്കാരെല്ലാവരും ജീവപുസ്തകത്തിൽ പേരെഴുതിയവരാണ് എന്ന് പറയുമ്പോൾ
ഞാനും നിങ്ങളും ജീവപുസ്തകത്തിൽ പേരെഴുതേണ്ടതിന്റെ ആവശ്യകത, നിത്യജീവനെ പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത് ജീവപുസ്തകത്തെ കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിനകത്ത് പേരെഴുതി കാണാത്ത എല്ലാവരും നിത്യമായ നരകത്തിലേക്ക്, നിത്യാഗ്നിയിലേക്ക് പോകുമെന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുമ്പോൾ ഈ ജീവപുസ്തകത്തിൽ എങ്ങനെ പേരെഴുതുവാൻ സാധിക്കും? അതിനായി ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ ഇത് പഠിക്കുവാൻ തുടങ്ങുക. എന്റെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കുവാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എന്നെ വിളിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. എനിക്കറിയാവുന്ന സത്യങ്ങളെ ഞാൻ നിങ്ങളുമായി സംഭാഷിക്കുവാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ജീവന്റെ ഒരു പുസ്തകം എവിടെയുണ്ട്? സ്വർഗത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇനി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, ധനനായ അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലമത്രേ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ധന്യനായ പൗലോസ് അപ്പോസ്തലന് ഇവിടെ ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ അവിടെയുള്ള വിശ്വാസികൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന സ്തോത്ര കാഴ്ച, പ്രൈസ് ദി ലോർഡ്, അത് കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല. പ്രൈസ് ദി ലോർഡ്. ഇതെനിക്ക് വേണ്ടിയല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സുവിശേഷ വേല നടക്കുവാൻ വേണ്ടി, ദൈവത്തിന്റെ സുവിശേഷം, മാറ്റമില്ലാത്ത സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അദ്ദേഹം പറയുന്നു, ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രേ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൽ ഒരു കണക്ക് പുസ്തകമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്ന ഈ വചനത്തിനകത്ത് വ്യക്തമായി പറയുന്നു. നിങ്ങൾ കൊടുക്കുന്ന സ്തോത്ര കാഴ്ചയാകട്ടെ, ദൈവത്തിന് കൊടുക്കുന്ന എന്തുമാകട്ടെ, പ്രൈസ് ദി ലോർഡ്, ഇവിടെ ദൈവം ഒരു കണക്ക് പുസ്തകം വെച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നു, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലമത്രേ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ദൈവദാസന്മാർക്ക്, ദൈവവചനം പ്രസംഗിക്കുന്നവർക്ക് ആമേൻ സ്തോത്രം, സ്തോത്ര കാഴ്ചയെ കൊടുക്കുമ്പോൾ, അല്ല, ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ കാര്യാദികളെ ചെയ്യുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പഠിപ്പിക്കുന്നത് നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലമത്രേ ആഗ്രഹിക്കുന്നത്. ഇത് തന്നെ വേണം നമ്മളും ആഗ്രഹിക്കുവാൻ. നമ്മൾ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ള മനോഭാവത്തോടെ ആയിരിക്കട്ടെ ഇരിക്കേണ്ടത്. ഞാൻ ഇത്ര കൊടുത്തു. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇടം കൈ അറിയാതെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാതെ ഇരിപ്പിനെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, ഇന്ന് ഈ പകൽക്കാലം ഈ സന്ദേശം കേൾക്കുമ്പോൾ ഉയരത്തിൽ ഒരു പുസ്തകമുണ്ട്. അത് കണക്കിലേക്ക് ഏറുന്ന ഫലമത്രേ ആഗ്രഹിക്കുന്നതെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഒരു കണക്ക് പുസ്തകം സ്വർഗത്തിലുണ്ട്. നിങ്ങൾ കൊടുക്കുന്നത് കൃത്യമായി അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അവൻ അധികമായി, വേദപുസ്തകത്തിനകത്ത് എന്നെ പരീക്ഷിപ്പിനെന്ന് ആകെ ഒരു സ്ഥലത്ത് മാത്രമേ ദൈവത്തിന്റെ വചനത്തിൽ കർത്താവ് എഴുതി വെച്ചിട്ടുള്ളൂ. കർത്താവിനെ പരീക്ഷിപ്പാൻ മലാക്കി പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിലാണ് ആമേൻ സ്തോത്രം ആ തിരുവെഴുത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, നിങ്ങൾ എന്റെ ആലയത്തിനകത്തേക്ക് ആമേൻ ദശാംശത്തെ കൊണ്ടുവരുവാൻ, എന്തിനാണ്? ആഹാരത്തെ ഉണ്ടാക്കുവാൻ എന്നെ നിങ്ങൾ ഇപ്രകാരം പരീക്ഷിപ്പിനെന്ന് അവിടെ വേദപുസ്തകം പഠിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, ആമേൻ ആകാശത്തിലെ കിളിവാതിൽ തുറന്നുകൊണ്ട് നിങ്ങൾക്ക് മതി വരുവോളം തരുവാൻ മതിയായ ഒരു ദൈവ സാന്നിധ്യം ആമേൻ ആലയത്തിനകത്തുണ്ട് എന്ന് പറയുമ്പോൾ, ഇന്ന് പകൽക്കാലം കൊടുക്കുന്നവരുടെ ഒരു കണക്ക് പുസ്തകം ആമേൻ സ്വർഗത്തിലുണ്ട്. തക്ക സമയത്ത് നിന്റെ അക്കൗണ്ടുകളെ നിറക്കുവാൻ മതിയായ ഒരു ദൈവ സാന്നിധ്യം ഉയരത്തിൽ വ്യാപരിക്കുന്നുണ്ട്. നീ കൊടുക്കുന്നത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ആമേൻ ദൈവദാസന്മാർക്ക്, സുവിശേഷകന്മാർക്ക്, ആമേൻ സുവിശേഷ പ്രവർത്തിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നത്, ആമേൻ നമ്മൾ കൊടുത്തതിനു ശേഷം നമ്മളൊന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറിയിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിക്കുകയാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, ആർക്കെങ്കിലും നിങ്ങൾ ദാനം കൊടുത്തു എന്നല്ല. ആമേൻ സ്തോത്രം. അങ്ങനെ ദാനം കൊടുക്കുന്നവരായി മാറാതെ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ ഒരു കണക്ക് പുസ്തകമുണ്ട്. കൃത്യമായി നിങ്ങൾക്ക് പ്രതിഫലം തരുന്ന, അളന്നു കുറിച്ച പ്രതിഫലം തരുന്ന ഒരു ദൈവ സാന്നിധ്യം വ്യാപരിക്കുമ്പോൾ, ഇന്ന് ഈ പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ കൊടുക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം അത് കാണുന്നു, ദൈവം അത് ഒരു കണക്ക് പുസ്തകത്തിൽ എഴുതി ചേർക്കുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവസാനമായി വെളിപ്പാട് പുസ്തകത്തിനകത്ത് നമ്മൾ വായിച്ച ഒരു വാക്യത്തിനകത്തേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. മരിച്ചവർ ആ ബാലവൃദ്ധം സിംഹാസനത്തിൽ മുൻപിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവപുസ്തകം എന്നൊരു മറ്റൊരു പുസ്തകവും തുറന്നു. ഇവിടെ പറയുന്നു, പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം
പ്രൈസ് ദി ലോർഡ്, തക്കവണ്ണം ന്യായവിധി ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ആമേൻ, മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത്, ന്യായവിധിക്കായി നിൽക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാന് കാലങ്ങൾക്ക് മുൻപേ ഇതാ വെളിപ്പാടായി ദൈവ സാന്നിധ്യം കാണിച്ചു കൊടുക്കുകയാണ്. മരിച്ചവർ ആബാലവൃദ്ധം എഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. അത് സിംഹാസനത്തിന് മുൻപിൽ, കുഞ്ഞാടിന് മുൻപിൽ നിൽക്കേണ്ടി വരും. പുസ്തകങ്ങൾ തുറക്കും. ഞാൻ പറഞ്ഞ എല്ലാ പുസ്തകങ്ങളും തുറക്കും. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും ആ സമയത്ത് തുറക്കും. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. ഒരു ന്യായവിധി ഉണ്ട്, അത് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവന്റെ പ്രവർത്തികൾക്ക് ഒത്തവണ്ണം വിധി ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സമുദ്രത്തിൽ ആമേൻ മരിച്ചവരൊക്കെ ഉണ്ട്. ആമേൻ. വെള്ളത്തിൽ വീണ് മരിച്ചവരുണ്ട്. സമുദ്രത്തിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. മരണവും പാതാളവും തിരിച്ച് മരിച്ചവരെ എല്ലാം ആമേൻ ആ സന്നിധിയിലേക്ക്, ആ ന്യായാസനത്തിന്റെ ആ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തന് അവന്റെ പ്രവർത്തിക്കനുസരിച്ചാണ് വിധി ഉണ്ടായത്. എന്നിട്ട് 14-ാം വാക്യവും 15-ാം വാക്യവും പറയുകയാണ്: മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണമാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ആമേൻ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവ പൈതലെ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വെറുതാവുള്ള ഒരു വാക്കല്ല ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ് ഇന്ന് ഈ പകൽക്കാലം ഈ സന്ദേശത്തിലൂടെ നിങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ആകാശം മാറിയാലും ഭൂമിയെ മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം, വള്ളിയോ പുള്ളിയോ ഇതിൽ നിന്ന് മാറ്റം വരത്തില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം. ആ വചനം ഇന്ന് വ്യക്തമായി പറയുകയാണ്: ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ സന്ദേശം ഇവിടെ ഞാൻ അവസാനിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള 66 പുസ്തകങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് അതിന്റെ അന്തർധാരയുടെ അകത്ത് കയറി സ്വർഗത്തിലിരിക്കുന്ന ഉന്നത കേന്ദ്രത്തിലെ ചില പുസ്തകങ്ങളെയാണ് നിങ്ങൾക്ക് മുൻപിലേക്ക് ഇനി ഈ സന്ദേശത്തിലൂടെ ഞാൻ വെക്കുവാനായിട്ടിടയായി. എന്നാൽ ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുന്നത്. ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ സന്ദേശം കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു ചോദ്യം ഉണ്ടാകട്ടെ. ആ ചോദ്യം ഇപ്രകാരമാകട്ടെ: എങ്ങനെയാണ് എന്റെ പേര് ജീവപുസ്തകത്തിൽ രേഖപ്പെടുത്തുവാൻ സാധിക്കും? ഈ തീപ്പൊയ്കയിൽ നിന്ന് എങ്ങനെ എന്റെ ജീവിതത്തെ മാറ്റുവാൻ സാധിക്കും? നിത്യമായ നരകാഗ്നിയിൽ നിന്ന് എന്റെ ജീവിതത്തെ മാറ്റിവെക്കുവാൻ സാധിക്കും? അതിനുത്തരം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട് എന്നുള്ള വലിയ സത്യം പറഞ്ഞു വെച്ചുകൊണ്ട് ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. പരിശുദ്ധനായ പിതാവേ, സ്വർഗീയ അപ്പ, തന്ന നല്ല സമയത്തിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നപ്പ. കർത്താവ്, ഞങ്ങളുടെ ഈ സന്ദേശത്തിന്റെ പ്രാരംഭം മുതൽ സ്വർഗത്തിലെ ഉന്നത കേന്ദ്രത്തിലെ ചില പുസ്തകങ്ങളെ കുറിച്ച് തിരുവെഴുത്ത് മുഖാന്തരമായി അറിയുവാൻ ഞങ്ങൾക്ക് കൃപ തന്ന ദൈവ സാന്നിധ്യത്തിനായി ദൈവമേ, ഞങ്ങൾ അവിടത്തേക്ക് നന്ദി നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ സന്ദേശം കേട്ട ചില വ്യക്തികളുടെ ഉള്ളത്തിനകത്ത്, ജീവപുസ്തകത്തിനകത്ത് പേരെഴുതുവാനുള്ള പ്രേരണയെ പരിശുദ്ധാത്മാവ് നൽകിയതിനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നപ്പ. ജീവപുസ്തകത്തിനകത്ത് പേരെഴുതിക്കൊണ്ട് നിത്യമായ നരകത്തിന്റെ തീപ്പൊയ്കയിൽ നിന്ന് മാറി നിൽക്കുവാൻ ദൈവമേ, ഇവരുടെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മരണമോ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരുവോ അത് സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ഈ ജീവപുസ്തകത്തെ കുറിച്ചുള്ള ശരിയായ പരിജ്ഞാനം, കർത്താവെ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അത് വ്യക്തമായി മനസ്സിലാക്കുമെന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പഠിപ്പിക്കുന്നത് പോലെ എന്നെ കേൾക്കുന്ന ദൈവ പൈതങ്ങളുടെ ഉള്ളത്തിൽ ജീവപുസ്തകത്തിൽ പേരെഴുതുവാനുള്ള കൃപയെ ദൈവമേ അവിടുന്ന് നൽകുമാറാകണമെന്ന് ഞാൻ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ അവിടത്തേക്ക് തരുന്നു. ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, 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 ആമേൻ. ഇനി ഈ സന്ദേശം കേട്ട് എല്ലാ വ്യക്തികളും ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി നിത്യമായി നിത്യജീവൻ പ്രാപിച്ച് യുഗായുഗങ്ങൾ യേശു ക്രിസ്തുവിനോട് ഒപ്പമായിരിക്കുവാൻ
ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ എന്റെ ഈ സന്ദേശം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. God bless you. Amen.